നമസ്കാരം ടൈറ്റൻസ്. ഐ എം സഞ്ജിത്ത്. ഇതെന്റെ കോ ഫൗണ്ടർ മനോജ്. നമസ്കാരം ടൈറ്റൻസ്. നമ്മളിന്നിവിടെ നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ള ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനെ പറ്റി സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടൈറ്റൻസ്, ഒരു കുട്ടി വളരുമ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിക്ക് വേണ്ടി ഒരു വാക്കർ വാങ്ങിച്ചിട്ട് വരും. കുറച്ച് വളർന്നതിന് ശേഷം എക്സ്ട്രാ വീലുള്ള സൈക്കിൾ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കും. വളരെയധികം ക്ഷമയോടെ ആ കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അവർ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കണം, നടക്കണം, ഓടണം എന്നൊക്കെ ആഗ്രഹിക്കും. എന്നാൽ അതേ പേരൻസ് അവർക്ക് പ്രായമാകുമ്പോൾ അവർ പുറത്തു പോകുന്നത്, വരുന്നത്, നടക്കുന്നത്, എന്തിനെ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റൻസ്, നമ്മൾ എപ്പോഴും ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതുമെല്ലാം പ്രായമുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ ടെക്നിക്കൽ ലാംഗ്വേജിൽ സിറ്റ് ടു സ്റ്റാൻഡ് അല്ലെങ്കിൽ STS എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന്, പ്രായം ചെന്ന ഒരാൾ ഒരു രോഗത്തിൽ നിന്നോ സർജറിയിൽ നിന്നോ റിക്കവറി ആകുമ്പോൾ അവര് വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്യാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായി വരും. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു 70 വയസ്സിന്റെ മുകളിൽ ഏകദേശം 12 കോടി ജനങ്ങളുണ്ട്. ഈ സംഖ്യ 2031-ൽ 20 കോടിയാകും. എല്ലാവർക്കും ഒരു ദിവസം പ്രായമാവും. എന്നാൽ പ്രായമാവുന്ന ആ സമയത്ത് ഈ കഷ്ടപ്പാടുകളൊക്കെ ഫേസ് ചെയ്യണമെന്നുള്ളത് ശരിയല്ല. ഈ പ്രോബ്ലത്തിന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സൊല്യൂഷനാണ് സ്റ്റാൻഡറ്റീസ് ചെയർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഡെവലപ്പ് ചെയ്ത സ്റ്റാൻഡറ്റീസ് ഇത് എന്ത് തരം ചെയറാണെന്ന് വെച്ചാൽ, ഇത് പാസീവായി യാതൊരുവിധ സെൻസറും മോട്ടറും പിന്നെ ബാറ്ററിയൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനും യാതൊരുവിധ ഡിസ്കംഫർട്ടും റിസ്ക്കും ഇല്ലാതെ സഹായിക്കും. സ്റ്റാൻഡറ്റീസ് എത്രത്തോളം കൺവീനിയന്റ് ആണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് ഓഫീസുകളിലും വീടുകളിലും എല്ലാം യൂസ് ചെയ്യാം. മാത്രമല്ല, പബ്ലിക് പ്ലേസുകളായ എയർപോർട്ട്, ബസ് സ്റ്റേഷൻസ്, മെട്രോ സ്റ്റേഷൻ, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, എന്തിന് വാഷ്റൂമിൽ പോലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡറ്റീസ് വെറും ഒരു ചെയർ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള വയസ്സായവർക്ക് ഒരു ഡിഗ്നിറ്റിയോടുകൂടി ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലുള്ള ഒരു ബേസിക് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഈ സ്റ്റാൻഡറ്റീസ് ചെയറിനെ എല്ലാ വീട്ടിലെയും ഒരു അംഗമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് 3 crore വിത്ത് കൺവെർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ്. സോ ടൈറ്റൻസ്, ഞങ്ങളുടെ ഈ സ്റ്റാൻഡറ്റീസ് മെഷീനിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ യുണീക്കായ കസേര ഉണ്ടാക്കാനുള്ള ഐഡിയ എങ്ങനെയാ തോന്നിയത്? ഇതൊരു റിസർച്ച് പ്രോജക്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. 2013-ൽ ചില ഫിസിയോതെറാപ്പിസ്റ്റ്, ഓർത്തോപെഡിക്സ്, ജെറിയാട്രിക്സ് എന്നിവർ ഒരുമിച്ചു. അവരൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നോട്ട് വെച്ചു. അതായത് ഇന്ത്യയിൽ ഏകദേശം 12 കോടി ജനങ്ങൾ 70 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞു. ആ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില ബേസിക്കായ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ് ആവശ്യമായി വന്നു. അതിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും. സോ അവിടെ നമ്മുടെ പ്രൊഫസർ അനന്ത് സുരേഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടായത്. ഇതിനുള്ള ഇൻസ്പിറേഷൻ ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഒരു ടിൻ ലിഡിൽ നിന്ന്. സോ ഇതുപോലെയുള്ള ടിന്നുകളിലാണ് കടകളിൽ മിന്റ് വിൽക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഷെല്ലുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ലൂസ് ആവും. അതുപോലെ ഇത് താഴെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പോപ്സ് ആവും. ഇതൊരു ടിക് ടാക് ക്ലിക്ക് ക്ലാക്ക് ടിൻ ലിഡാണ്. സോ ഞാനിത് താഴെ പ്രസ് ചെയ്ത് ഇതാ ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകും. സോ അവിടെ നിന്നാണ് ഈ ഐഡിയ വന്നത്. അതിനുശേഷം 2020-ല് ഇത് കമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഇതും കൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയപ്പോൾ അവർ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് തരാമെന്ന് ഏകദേശം അവർ ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് അത് കിട്ടിയിട്ടില്ല. കോൺസെപ്റ്റ് എടുക്കുന്നത് ഒരു രീതി, റൈറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതി. പക്ഷെ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഒരുപാട് ഡീപ്പായി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ പ്രശ്നത്തെ ഞങ്ങൾ ഒരുപാട് അടുത്ത് നിന്നാണ് കണ്ടത്. 90 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ നിന്ന് ഒരു കാര്യം കണ്ടെത്തി. അവർക്ക് എന്തോ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് അവരുടെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചെയറിലുള്ള സീറ്റ് തന്നെ മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി. അതിനാണ് ഞങ്ങൾ ശ്രമിച്ചത്.